നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളും എല്ലാം വീഡിയോ കണ്ടതിന് ശേഷം ഇട്ടാൽ മതി. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗാഡ്ഗിലിനെ കുറിച്ചാണ്. ഗാഡ്ഗിൽ എന്ന് കേൾക്കുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സംബന്ധമായ റിപ്പോർട്ടിനെ കുറിച്ചായിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്നാൽ ഇത് ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് ആണ്. PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. പൂന ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു വലിയ ജുവല്ലേഴ്സ് ഗ്രൂപ്പാണ് ഇത്. ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഡയമണ്ട് ഇത്തരത്തിലുള്ള ആഭരണങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ജുവല്ലേഴ്സ് ആണ്. ഇവരുടെ IPO ഓപ്പൺ ആകുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആയിരിക്കും IPO ഓപ്പൺ ആയിരിക്കുന്നത്. 1100 കോടി രൂപയുടെ IPO ആണിത് എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. 1000 കോടിക്ക് മുകളിലുള്ള മറ്റൊരു IPO കൂടിയാണ് ഇത്. 850 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 250 കോടി രൂപയ്ക്ക് ഓഫർ ഫോർ സെയിലുമാണ് ഈ ഇഷ്യൂവിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഈ PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് എന്ന ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കേൾക്കാം. ഇവരുടെ ബ്രാൻഡ് നെയിമാണ് PNG എന്നുള്ളത്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, PNG. അപ്പോൾ നമുക്ക് PNGയുടെ ഓഹരി വിശേഷങ്ങളിലേക്ക് കിടക്കാം. PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് എന്ന ഈ ജ്വല്ലറി ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ജ്വല്ലറികളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. വാസ്തവം പറയുകയാണെങ്കിൽ നമ്മളുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനേക്കാൾ പഴക്കമുണ്ട് ഈ കമ്പനിക്ക്. 1875-ലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപം കൊള്ളുന്നതെങ്കിൽ 1832-ലാണ് PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വളരെ പാരമ്പര്യമുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ ഗാഡ്ഗിൽ ജുവല്ലേഴ്സ് എന്നുള്ളത്. 2022 മുതൽ 2024 വരെയുള്ള കമ്പനിയുടെ വളർച്ച, ഈ അടുത്ത കാലത്തുള്ള വളർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് 54.63% എന്ന് പറയേണ്ടിയിരിക്കുന്നു. കമ്പനിക്ക് ഇപ്പോൾ 39ഓളം സ്റ്റോറുകളാണ് ആകെ ഉള്ളത്. അത് മഹാരാഷ്ട്രയിലും ഗോവയിലുമായിട്ടാണ് ഇപ്പോൾ ഉള്ള സ്റ്റോറുകളെല്ലാം തന്നെ. എന്നാൽ അതിൽ കൂടാതെ ചിലത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കമ്പനിക്ക് ആകെ ഉള്ള ഈ സ്റ്റോറുകളിൽ 28 എണ്ണം അവർ സ്വയം നടത്തുന്ന കമ്പനി ഓൺഡ് ആയിട്ടുള്ള സ്റ്റോറുകൾ തന്നെയാണ്. 11 എണ്ണം പക്ഷേ ഫ്രാഞ്ചൈസി ഓൺഡാണ്. എങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് എല്ലാം കമ്പനി നേരിട്ട് തന്നെയാണ് നടത്തുന്നത് എന്ന് പറയാം. പൂനെയിലാണ്, നാരായൺപേട്ടിലാണ് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ്. ദാജി കാർക്ക ഗാഡ്ഗിൽ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് 192 വർഷം മുമ്പ് ഈ ജ്വല്ലേഴ്സ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരൻ ഇപ്പോൾ സൗരവ് വിദ്യാധർ ഗാഡ്ഗിലാണ് ഈ ചിത്രത്തിൽ കാണുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹമാണ് ഇപ്പോൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും. അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിൻ്റെ പത്നി രാധിക സൗരവ് ഗാഡ്ഗിലും പിന്നെ അവരുടെ ഫാമിലിയുടെ ഒരു ബിസിനസ് ട്രസ്റ്റ് കൂടി ചേർന്നിട്ടാണ് ഈ കമ്പനിയുടെ പ്രൊമോഷൻ. അവരുടെ കൈവശം ഇപ്പോൾ 100% ഓഹരികളും ഉണ്ട്. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 850 കോടി രൂപ അവർ വിനിയോഗിക്കാൻ പോകുന്നത് 12 പുതിയ സ്റ്റോറുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഒരു 392.57 കോടി രൂപ മുടക്കും എന്ന് കമ്പനി പറയുന്നുണ്ട് പുതിയ സ്റ്റോറുകൾക്ക് വേണ്ടിയിട്ട്. അതുകൂടാതെ അവരുടെ ചില പേയ്മെൻറ്റ്സുകളും ഇപ്പോൾ അവരുടെ ചില കടബാധ്യതകളുള്ളതും എല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 300 കോടി രൂപ അതും അതിലേക്ക് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് കമ്പനിയുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് പറയുന്നു. PNGക്ക് സമാനമായിട്ടുള്ള മറ്റ് ലിസ്റ്റഡ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ കല്യാൺ ജുവല്ലേഴ്സ്, സെൻകോ ഗോൾഡ്, തങ്കമയിൽ ജ്വല്ലറി, ഇത്രയുമാണ് അവരുടെ സമാനമായിട്ടുള്ള കോമ്പറ്റീറ്ററായിട്ട് ലിസ്റ്റഡ് കമ്പനിയായിട്ട് കാണുന്നത്. ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, ബോബ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇത്രയും കമ്പനികളാണ്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 4559.31 കോടി രൂപയാണ് 2023 ഇതിൻ്റെ റവന്യൂ. അത് 2024 ആയപ്പോഴത്തേക്കും 6119.1 എന്ന ലെവലിലേക്ക് വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2021 കോവിഡ് കാലത്തൊക്കെ മൈനസ് ആയിരുന്നു. അതായത് അറ്റാദായം എന്നുള്ളത് നഷ്ടത്തിലായിരുന്നു. 6.58 കോടി നഷ്ടത്തിലായിരുന്നെങ്കിൽ 2023 ആയപ്പോഴത്തേക്കും
ആയപ്പോഴത്തേക്ക് അത് 74.29 കോടി രൂപ എന്നുള്ള ലെവലിലേക്ക് അതിൻ്റെ ആദായം വർദ്ധിച്ചു, ലാഭം വർദ്ധിച്ചു. അത് 2024 154.34 എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് റവന്യൂവിൽ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്കും 34%, അറ്റാദായത്തിൽ 65%മാണ് കമ്പനിയുടെ വളർച്ചയായിട്ട് കാണുന്നത്. ഇനി EPS നോക്കുകയാണെങ്കിൽ 13.08, PE 36.7, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 28.88%, NAV 45.29 എന്നിങ്ങനെയുമാണ് കാണുന്നത്. ഇനി PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ 10 മുതൽ 12 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 456 രൂപ മുതൽ 480 രൂപ വരെയാണ്. 850 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 250 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ ടോട്ടൽ 1100 കോടി രൂപയുടെയാണ് ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 31 ഓഹരികളാണ് ഒരു ലോട്ട്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 14 മുതൽ 67 ലോട്ട് വരെ HNIസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 35% റീറ്റെയിലേഴ്സിനാണ് കമ്പനി ഷെയർ കൊടുക്കുന്നത്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ്. സെപ്റ്റംബർ 13 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അത് സെപ്റ്റംബർ 18 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ച ഒരു നിലവാരം കാണിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് PN ഗാഡ്ഗിൽ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്വല്ലേഴ്സ് എന്നുള്ള ഈ ഓഹരികളിൽ വേണമെങ്കിൽ നമുക്ക് വളരെയധികം 3-4 കമ്പനികളുടെ ഇഷ്യൂ ഈ സമയത്ത് തന്നെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ തെറ്റൊന്നുമില്ല ഇതിൽ അപ്ലൈ ഒന്നും വരുന്നു. അപ്പോൾ ഇതാണ് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കമൻറ്റുകൾ ഇടാൻ മറക്കണ്ട. അതുപോലെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.